മത്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മത്തി പല രീതിയിൽ പല ടൈപ്പിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. അതിനുള്ള ഒരു നൂല് ഞാൻ അവിടെ ഇട്ടേക്കാം. എന്താണെന്നറിയില്ല, എപ്പോൾ മത്തി വാങ്ങിച്ചാലും ഒരു 10 മത്തി എടുത്ത് പൊരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ടോ. ആ അടിയല്ല, അടുക്കി പിടിക്കരുത്. എൻ്റെ സ്മെല്ലടിച്ചിട്ട് എൻ്റെ ക്യാമറമാൻ്റെ വയറിൽ കപ്പലോടിയിട്ടുണ്ട്. ഹായ്, അപ്പോൾ പാത്തൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. സംഭവം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഒറ്റയ്ക്ക് മനസ്സിലാവും. ഇതാണോ എന്നൊക്കെ ചെയ്യുക. അങ്ങനെയല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് കപ്പ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. അവസാനം നമുക്ക് പേര് അറിയാം അല്ലേ? ഇപ്പോൾ കപ്പ നന്നായിട്ട് പൊളിച്ച് അതിൻ്റെ ചെളിയൊക്കെ കഴുകി കളഞ്ഞു ഞാൻ. എന്നിട്ട് ഇനി കൊത്തിയരിഞ്ഞ് ജസ്റ്റ് ഒന്നും കൂടെ കഴുകി കോരി നേരെ നമ്മൾ കുക്കറിൽ വെച്ചാണ് വേവിക്കുക. കുക്കറിൽ വെച്ച് വേവിച്ചാലും കുറച്ച് വെള്ളം ഊറ്റി കളയാൻ പാകത്തിന് നമ്മൾ ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു അറിയാമല്ലോ, കപ്പയ്ക്ക് പൊതുവേ ഒരു മക്കുണ്ട് എന്നല്ലേ പറയാം. അത് പോകാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് കളയണം. ഓക്കെ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് ബാക്കി കലാപരിപാടി അതൊക്കെ ചെയ്യാം. ഉപ്പിട്ടിട്ടില്ല, വേവിക്കാൻ വെക്കുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മത്തി വേണം. വലിയ മത്തി കിട്ടിയില്ല, ചെറിയ ജസ്റ്റേജാണ്. അപ്പോൾ അത് ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? ഇതാവുമ്പോഴേക്കൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇച്ചിരി ഉള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി ഇട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള എന്താ പറയുക മസാല അല്ലെങ്കിൽ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു കപ്പയല്ലേ, അപ്പോൾ ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉള്ള മനുഷ്യരാണെങ്കിലും പിന്നെ ടേസ്റ്റും നല്ലതായതുകൊണ്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്, കുറച്ച് ഉള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ചില മനുഷ്യരുണ്ടാവും കേട്ടോ, അപ്പം അതിൽ ഇടണമെന്നില്ല. പിന്നെ അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, നാളികേരം നമ്മളങ്ങ് ഇടും. കുറച്ച് ജീരകമില്ലേ, നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന സാധനം, അത് കുറച്ചിടണം. കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ജസ്റ്റ് ഒന്ന് എന്താ പറയുക തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് വെള്ളം ഊറ്റി കളയാം. എന്നിട്ട് ഇങ്ങനെ തന്നെ ഒന്നും തുറക്കരുത്. ഇപ്പോൾ ഫുൾ ഇതിൽ നിൽക്കുകയാണ്. തിളപ്പിച്ചിട്ട് പതുക്കെ അറിയാലോ, സിങ്കിൽ വെച്ച് പതുക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച് വെള്ളം ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കുറച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ. ആ പരിപാടി നമുക്കിത് തുറക്കാം. അപ്പോൾ ഇത് കണ്ടോ, അധികം വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഊറ്റി കളയണം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മത്തി നിരത്തണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മത്തി എടുത്ത് വയ്ക്കുമ്പോൾ വലിയ മത്തിയായാലും എളുപ്പമുണ്ട്. കുഞ്ഞു മത്തിയായാലും കുറച്ചധികം പണിയെടുക്കേണ്ടി വരും. അപ്പോൾ മീനൊക്കെ നമ്മളിങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിൻ്റെ അത് ഉപ്പിട്ടിട്ടില്ല, മസാല ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ മസാലയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. മസാലയൊക്കെ ഇടും. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു വിസിൽ കൂടെ അടച്ചു ചെയ്യാം. ഈ മത്തി ഞാൻ പൊരിച്ചൊഴിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ മസാല മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇപ്പോൾ കയ്യിലിങ്ങനെ തൂത്തിട്ടൊക്കെ മിക്സ് ചെയ്യാറുള്ളൂ. കാരണം കൈയൊക്കെ അല്ലെങ്കിൽ പുകയും സ്കിന്നൊക്കെ പ്രശ്നമായി തുടങ്ങിയിരിക്കുന്നു. എന്താണെന്നറിയില്ല, എപ്പോൾ മത്തി വാങ്ങിച്ചാലും ഒരു 10 മത്തി എടുത്ത് പൊരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ടോ. ഈ മത്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മത്തി പല രീതിയിൽ പല ടൈപ്പിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഏതാണെന്നുള്ളത്
താഴെ കമൻറ്റ് ചെയ്യൂ. അതിനുള്ള ഒരു നൂല് ഞാൻ അവിടെ ഇട്ടേക്കാം. ഇപ്പം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുക്കർ ഇങ്ങനെ തുറന്ന് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ മത്തി ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ വാലുമ്മൽ ഇങ്ങനെ പിടിച്ചിട്ട് കുടഞ്ഞ് ഇങ്ങനെ എടുക്കണം. കൈ പൊള്ളുന്നതുകൊണ്ടാണ് അത്രയൊക്കെ എടുക്കുന്നത്. വാല് വെച്ച് വെട്ടണം എന്ന് മനസ്സിലായി. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം പിടിക്കില്ലേ, ഇങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ വാല് വെട്ടണം. അപ്പോൾ അതുകൊണ്ട് വാല് വെച്ച് വെട്ടുന്നതായിരിക്കും നല്ലത്. കുറച്ച് വലിയ മത്തിയാണെങ്കിൽ അടിപൊളിയായിരുന്നു. മീനല്ലേ പെട്ടെന്ന്, മത്തിയല്ലേ പെട്ടെന്ന് വേകുമല്ലോ. അതായത് എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു സാധനമാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴേ കുറച്ച് വലിയ മത്തി വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പട്ടപ്പടയുന്ന ഒരു പരിപാടി കഴിയും. അല്ലെങ്കിൽ പിന്നെ നല്ല ക്ഷമ വേണം എന്നെ പോലെ. സംഗതി നമ്മൾ എന്താ പറയുക, മത്തിയുടെ മുള്ള് വേറെ, മത്തിൻ്റെ എന്താ പറയുക മാംസം വേറെ ആക്കി ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉടയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അടിപൊളി കപ്പയാണ്, നമുക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഭയോ നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പിടാം. നമ്മളിതൊരു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇട്ടല്ലോ, ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ അരപ്പ് മസാല കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ്. എൻ്റെ സ്മെല്ലടിച്ചിട്ട് എൻ്റെ ക്യാമറമാൻ്റെ വയതിൽ കപ്പലോടിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, അടിയൊന്നും പിടിക്കരുത്. ആ അടിയല്ല, അടിക്ക് പിടിക്കരുത്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാക്സിമം ഇതേപോലെ ഒരു തടിയുടെ ഒരു കയ്യിലൊക്കെ എടുക്കായിരിക്കും നല്ലത്. അതും ഇച്ചിരി ബലമുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പില അങ്ങനെ മേലേക്ക് ഓടിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതോടെ നമ്മുടെ ഈ പരിപാടി സെറ്റ് കംപ്ലീറ്റ്. ഇനി ഇതിന് നമുക്ക് സൈഡായിട്ടൊരു ഐറ്റം ഉണ്ടേ. അത് ആ കോമ്പിനേഷൻ ആക്കി കഴിച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും, കിഡുസാനായിരിക്കും. അതും കൂടെ ഞാൻ പറഞ്ഞാൽ സംഗതി സെറ്റ്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് പച്ചമുളകൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു മഞ്ഞ കളറിലാക്കിയാണല്ലോ എടുത്തത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പച്ചമുളക് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ മത്തിയും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുഴക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മത്തി ആ വേവിക്കാനിടുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഓറഞ്ച് കളറാക്കി എടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവിനും പാകത്തിനൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഡിഷും കൂടെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന് സൈഡ് ഉപയോഗിക്കുന്ന ഒരു സാധനം. സവാള മാത്രമല്ല, ഒരു 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് വെതറും, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടും. ആഹാ, അടിപൊളി സാധനം. ഈ ഞെരടിയതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വളരെ സിമ്പിളായിട്ട് ഇച്ചിരി വിനെഗർ ഒഴിക്കും, കുറച്ച് വിനെഗർ ഒഴിക്കും, എന്നിട്ട് ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്യും.
അതോടെ നമ്മുടെ ഇതിനുള്ള സൈഡ് സംഭവം സെറ്റായി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ആ കടമ്പയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വാവ്. ഇതിൻ്റെ സൈഡിലേക്ക് നൈസായിട്ട് ഇത് കുറച്ച് വയ്ക്കുക. ഒരു സവാള പീസും കുറച്ചിതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടുണ്ടാകും. ആഹോ, അടിപൊളി പൊളി സാധനമാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു നേരത്തെ ഒരു ഭക്ഷണം കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ബെല്ലൈക്കൺ അപ്പട്ടെ പ്രസ് ചെയ്തിട്ടേക്ക് ഇങ്ങനത്തെ അടിപൊളി ഐറ്റംസ് ഇനിയും കിട്ടും. ഓക്കെ, ബൈ.